ഹായ് ഷെറീസ് ടൈമിൽ ഇന്ന് ഒരു അടിപൊളി പച്ചരി പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇത് വളരെ സിമ്പിളുമാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട്. അപ്പം ഞാനിതാ ഒരു ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അളവ് വേണമെങ്കിൽ കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. ഇനി ഇതാ അത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം എന്നുള്ള നിലയ്ക്ക് എടുക്കുക. എന്നിട്ട് ഒരു 3 വിസിലൊന്ന് അടിച്ചെടുക്കുക. അപ്പോഴേക്കും ഇതാ റൈസ് നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിക്ക് വേണം ചെയ്യാനായിട്ട്. ഇനി ഇതാ ഇതിലേക്ക് ഞാനൊരു 3/4 കിലോ വെള്ളം ഒന്ന് ഉരുക്കി ഒഴിച്ചിട്ടുണ്ട്. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ട് നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ അളവ് കൂട്ടുകയോ കുറക്കുകയോ ഒക്കെ ചെയ്യാം. ഇനി അത് നന്നായിട്ടൊന്ന് അരിയിലേക്ക് മിക്സ് ആക്കിയതിന് ശേഷം 1 ലിറ്റർ പാലും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പശുവിൻ പാലാണ് എടുത്തത് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം തേങ്ങാപ്പാൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അടുപ്പത്തുനിന്ന് തിള വരുന്ന സമയത്ത് അതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നിർത്താണ്ട് ഇളക്കി കൊടുത്ത് ഒരു കുറഞ്ഞതൊരു 5-6 മിനിറ്റെങ്കിലും ഒന്നിങ്ങനെ തിളപ്പിച്ചെടുക്കണം കേട്ടോ. കാരണം പാലും വെള്ളവും ഒക്കെ അരിയിലേക്ക് നന്നായിട്ടൊന്ന് ചേർന്ന് കിട്ടണം. ഇനി ലാസ്റ്റ് ഇതാ അതിലേക്ക് നെയ്യിൽ കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ വറുത്തിട്ടിട്ടുണ്ട്. കിസ്മിസോ കാഷ്യോ ഒക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്തോ. തേങ്ങാക്കൊത്താണ് കേട്ടോ ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ ഇതാ പായസത്തിൻ്റെ പണി കഴിഞ്ഞ് അടിപൊളി പച്ചരി പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി നിങ്ങളെ ലൈക്കും കമൻറ്റും മറക്കരുത്. അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.